ഹലോ സാർ, നെറ്റ്വർക്ക് കട്ടായോ? ഹലോ. അഭിരാം ബ്രോ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നെറ്റ് ആ, കട്ടായതല്ല, നമ്മുടെ സൂമില് ടൈം ഔട്ട് ആയതാ. 40 മിനിറ്റ്സ് കഴിഞ്ഞാൽ ലെഫ്റ്റ് ആവുമല്ലോ. ഫ്രീ ആ, വെർഷൻ അല്ല, ഓക്കെ അങ്ങനെ ഓക്കെ. ആ, അങ്ങനെ ഓക്കെ ഓക്കെ. ഇതായതാ. അപ്പൊ നമ്മൾ എൻ്റർ ചെയ്തപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത. സാർ പറഞ്ഞിരുന്നു നേരത്തെ അത്. ആണല്ലേ, ഓക്കെ ഓക്കെ. ആ, ഇപ്പൊ കേൾക്കാമോ? കേട്ടോ സാർ, ക്ലിയർ ആണ്, പറഞ്ഞോ. പറയൂ, എന്താണ് സംശയം ചോദിച്ചേ? അല്ല സാർ, നെറ്റ് കട്ടായോ എന്നാണ് ചോദിച്ചത് ഇടയ്ക്ക്. നെറ്റ്വർക്കിന്റെ ബാൻഡ് വിത്ത് ലോ എന്നാ കാണും. ആ, അല്ല ഇപ്പൊ സൂം ടൈം ഔട്ട് ആയതല്ലേ, ആണ് പറഞ്ഞത്. അല്ല, സൂം ടൈം ഔട്ട് ആയതല്ലേ, ഇപ്പൊ 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ടൈം ഔട്ട് അതെ, ആയതാണല്ലോ. ഞാനത് പേ ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് എന്തായാലും ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ പിന്നെ വെള്ളി ശനി ഞായർ എന്നുള്ള രീതിയിലാണ് ഓക്കെ ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് 3 ദിവസത്തേക്ക് ഞായർ, അല്ലേ, വെള്ളി ശനി വെള്ളി ശനി ഞായറാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ സാർ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നതില് നോട്ട്ബുക്ക് അല്ലല്ല, മൈൻഡ് മാപ്പ് നമ്മൾ കഴിഞ്ഞു. പറഞ്ഞുകൊണ്ടിരുന്നതിൽ നമ്മളെ ഷെയർ ചെയ്യാൻ അതിനോട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓഡിയോ ഓവർവ്യൂ ചെയ്യാം, ക്യൂസ്. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ ഒരു അക്കാഡമി തലത്തിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്ത് നമുക്ക് ക്യൂസ് ക്രിയേറ്റ് ചെയ്യാം. ഇൻഫോഗ്രാഫിക്കും ഇത് രണ്ടും നമുക്ക് പേയ്മെന്റ് കൊടുത്താൽ നടക്കും. ഇൻഫോഗ്രാഫിക്കും സ്ലൈഡ് ഡെക്കും അതേ നടക്കും. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. മൈൻഡ് മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. നോട്ട്ബുക്ക് എല്ലാം ഇല്ലേ, പിന്നെ ഒരുപാട് യൂസ് കേസസ്. നമുക്കിപ്പോ പോഡ്കാസ്റ്റ് എന്ന് പറയും. യൂട്യൂബിൽ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്തിട്ട് അതിന്റെ ഓഡിയോ ഓവർവ്യൂ കിട്ടും. ജസ്റ്റ് ഞാനത് കാണിച്ചു. അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് നമുക്ക് ഇത് നമ്മുടെ വോയിസ് വേണ്ട എങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കും. ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു ടൂള് നോക്കാം. സമയം. പിന്നെ ബിസിനസ് എന്നുണ്ടെങ്കിൽ പ്രസന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടോ? അതായത് ബിസിനസ് പ്രസന്റേഷൻ. വിനോദ് കുമാർ എന്ന് പറയുന്ന ആള് സെയിൽസ് മാനേജർ ആണെന്ന് അല്ലേ? സെയിൽസ് മാനേജർ ആണെന്നല്ലേ പറഞ്ഞേ?
ഞാൻ ഏഹ്, ആളും സെയിൽസിൽ തന്നെയാണ്, ഞാനും സെയിൽസിൽ തന്നെയാണ്. കേട്ടില്ല. വിനോദ് കുമാർ എന്ന് പറഞ്ഞ സാറും ആ ചേട്ടനും ആയിരുന്നു എനിക്ക് സെയിൽസിൽ തോന്നുന്നു. തന്നെയാണ്, ഞാനും സെയിൽസിൽ നമുക്ക് തന്നെയാണ്. സെയിൽസ് എലമെന്റിൽ നമുക്കൊരു ബിസിനസ് ആയിട്ട് മാനേജറായിട്ട് വർക്ക് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ്. ഇതാണ് അമൽ. അതെ അതെ, ഞാനും സെയിൽസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ താങ്കള് സെയിൽസ് മാനേജർ ആകുമ്പോ നമുക്ക് ഈ പാർട്ടീസിനൊക്കെ എങ്ങനെ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നത്? നമുക്ക് അങ്ങനത്തെ പ്രൊഡക്റ്റുകളല്ല വരുന്നുണ്ടായിരിക്കാം. നമുക്കൊരു ഡോർ ടു ഡോർ സെയിലൊക്കെയാണ്. അപ്പൊ നമ്മുടെ സ്റ്റാഫുകൾ പോകുന്നുണ്ടായിരിക്കും. എന്നിട്ട് അതിന് ശേഷം ഓക്കെ. ഞങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാല് ഇൻഷുറൻസ് അല്ലേ? ഇൻഷുറൻസ് ഇൻഷുറൻസ് അല്ല, ഞങ്ങളുടെ ഇത് ഹൈജീൻ പ്രൊഡക്ട്സ് ഒക്കെയാണ്. അപ്പൊ കൂടുതൽ നമുക്കൊരു ഡോർ ടു ഡോർ പോയിട്ട് ഒരു ഡയറക്ട് പ്രസന്റേഷൻ വേണ്ടി വരും. ക്ലിയർ ആയില്ല. ഡോർ ടു അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ ഒരു ജോബിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും പ്രസന്റേഷൻ അവതരിപ്പിക്കണമെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു പിന്നെ ഒരു AI ടൂളാണ് ഗാമ AI. ഇതും നമുക്ക് ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ളവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ടൂളാണ്. നമ്മൾ സാധാരണ പവർ പോയിന്റിലാണ് പ്രസന്റേഷൻ ചെയ്യുക. നമുക്ക് ഈ ഒരു AI ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് ഓൺലൈൻ വഴി അല്ലെങ്കിൽ ദൂരത്തിരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമുക്കത് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് കേട്ടോ. Gamma.app എന്നാണ് അതിന്റെ പേര്. മനസ്സിലാക്കി വെക്കണം, ഗാമ കേട്ടോ. ഇവിടെ ഉണ്ട് മാ. ഇതാണ് ഇത് പറഞ്ഞോ. ഓക്കെ, നമുക്ക് ഗാമ ഉപയോഗിച്ച് നമുക്ക് പ്രസന്റേഷൻ ചെയ്യാം, വെബ്സൈറ്റിന്റെ പേജ് ക്രിയേറ്റ് ചെയ്യാം, ഡോക്യുമെന്റ് ചെയ്യാം, സോഷ്യൽ ചെയ്യാം. നമുക്കിപ്പോ ഒരു പ്രസന്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞ ഇൻഷുറൻസ് നോക്കട്ടെ, അത് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്കിപ്പോ ഒരു 9-10 പേജുള്ള ഒരു പ്രസന്റേഷൻ നമുക്ക് നിമിഷം നേരം കൂടി ഇപ്പൊ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ഒരാൾക്കാണ് ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പോ GST എന്നൊരു വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോ GST എന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം, എന്തുവരും നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞു. ഇത് മാത്രമല്ല, നമുക്ക് എന്ത് വേണേലും കൊടുക്കാം. ഏത് ടോപ്പിക് കൊടുത്താലും അതിന് വെച്ചിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ അതിന്റെ പേജസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. 10 പേജ് റെഡി ആയിട്ടുണ്ട്. 11ാമത്തെ പേജ് വേണമെങ്കിൽ നമുക്ക് പേ ചെയ്യേണ്ടി വരും. 10 പേജുള്ള ഒരു ഞാൻ ബെസ്റ്റ് ഒരു എന്നിട്ട് പറയുന്നു, കണ്ടോണേ. പേജുള്ള ഒരു
പ്രസന്റേഷൻ നിമിഷങ്ങൾക്കകം ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വെറുതെ GST മാത്രമേ കൊടുക്കൂ. നമുക്ക് ഏത് വിഷയവും ഇതിനകത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഏത് ഫീൽഡില് ഏത് വിഷയം വേണമെങ്കിലും കൊടുക്കാം. ഇത്രയും ഒരു കണ്ടന്റ് നമ്മൾ തന്നെത്താൻ ടൈപ്പ് ചെയ്ത് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യണമെങ്കിൽ ഇന്നലെ ഞങ്ങളൊരു ഇന്നലെ രണ്ടുപേരെ 3 പേരെ എങ്ങനെ ജോയിൻ ചെയ്തിരുന്നു. അതില് അദ്ദേഹം ആദ്യത്തെ സെഷനിൽ വന്നിരുന്നു. ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആള് പ്രസന്റേഷൻ മറ്റേ പവർ പോയിന്റിൽ ചെയ്യുമ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കുന്നതാണ്. ഇത് ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് 10 പേജുള്ള പ്രസന്റേഷൻ കിട്ടി. നമുക്കിത് ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. നമുക്കൊരു മീറ്റിങ്ങിനൊക്കെ പോയിട്ട് ഓരോ പേജായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അത് PPT ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്തിട്ടാണ് അതോ ഇത് ഡൗൺലോഡബിൾ ആണ്, ഷെയർ ചെയ്യാൻ നമുക്ക്. ഓക്കെ സർ. ഓക്കെ. എക്സ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. PDF ആയിട്ട് വേണമെങ്കിൽ PDF, പവർ പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ഗൂഗിൾ സൈഡ് വേണമെങ്കിൽ PNG വേണമെങ്കിൽ. ഇപ്പൊ PDF ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ PDF ആയിട്ട് വന്നു കഴിഞ്ഞു. അത് നിസ്സാരമായിട്ട് ചെയ്യാം. അത് സ്കൂളിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ വെച്ച് പിന്നെ സ്മാർട്ട് ക്ലാസ് റൂമാണ്. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ജനറേറ്റ് ആയിട്ടില്ല. റിവ്യൂ അത് ഒരുപാട് ഉള്ളത് കൊണ്ടാവാം. നമുക്ക് ഓഡിയോ ആയിട്ട് കിട്ടും. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് നോട്ട്ബുക്ക് എല്ലാം കൊടുക്കുന്നത് ചെറിയ കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ഓഡിയോ ആയിട്ട് കിട്ടും. അതുപോലെ വീഡിയോ ആയിട്ട് കിട്ടും. വീഡിയോ ഓവർവ്യൂ അത് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്കൊരു സ്ഥാപനം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് നമുക്കിപ്പോൾ ഒരു പിന്നെ ഒരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് അയക്കണം. ഇത് നമ്മൾ ജെമിനി ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ, ആർക്കാണോ ബർത്ത്ഡേ എന്ന് പറയുക. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാം, സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും. അപ്പോൾ നമ്മുടെ സ്ഥാപനമാണെങ്കിൽ നമുക്കൊരു ലോഗോ വേണം. ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള്. ഇതിന്റെ പേര് ഐഡിയോഗ്രാം ആണ്. എൻ്റെ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി വഴി മാസ്റ്റർമെന്റ് AI എന്നാണ്. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വിനോദ് കുമാർ സാറിന്റെ സ്ഥാപനത്തിന്റെ പേരെന്താ? ക്ലിയറല്ല. ഇനി ചാറ്റ് ചെയ്യാമോ? ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? വിനോദ് കുമാർ സാർ ഉണ്ടോ? ഉണ്ടല്ലോ. സാറ് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് ആണോ എന്ന് ഞാൻ ക്ലിയർ ആയില്ല എനിക്ക്. ഇൻഷുറൻസ് ഞാൻ കൊടുക്കുന്നു.
ജസ്റ്റ് അത് മാത്രമേ പറയുന്നുള്ളൂ. എങ്കിൽ മൊത്തം വേണമെങ്കിൽ പറയാം. Create an image relating to profession. വേണമെങ്കിൽ ഇൻവെർട്ടഡ് കോമിൽ കൊടുക്കാം ഇൻഷുറൻസ്. വേറെ എന്തെങ്കിലും കളറോ എന്തെങ്കിലും പാറ്റേണോ ഒക്കെ വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ പിന്നെ ഡിസൈനിങ്ങിന്റെ നമ്മുടെ കഴിവൊക്കെ അനുസരിച്ച് സിമ്പിളായിട്ട് ഞാൻ കൊടുക്കുന്നു. 4 ഫോട്ടോ വരെ ക്രിയേറ്റ് ചെയ്യാം ഫ്രീ ആയിട്ട്. ഫോട്ടോ അല്ല, 4 ഇമേജ്. ടൂളിന്റെ പേര് ഐഡിയോഗ്രാം. അതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണ് കേട്ടോ. ഞാൻ അധികം പേരില്ലാത്തത് കൊണ്ട് ഞാൻ ChatGPT-യും ജെമിനിയും 3-4 പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോ ലോഗോ എന്നുള്ള പറയുന്നില്ല, അതുകൊണ്ട് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജ് മാത്രമേ ക്രിയേറ്റ് ഇമേജ് അല്ല. അപ്പൊ ഞാൻ മാറ്റി പറയുന്നു. ലോഗോ ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് തെറ്റായതുകൊണ്ടാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. കണ്ടോ? വേറെ ഒന്നും നമ്മൾ കൊടുത്തില്ല. ഒരു ലോഗോ അത് തന്നെ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഇതിനകത്ത് നമുക്ക് മാറ്റം വരുത്താം. ഇവിടെ ക്യാരക്ടർ റെഫറൻസ് കൊടുക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഇമേജിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്സ്കെയിൽ ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഞാൻ കൊടുത്തത് ക്രിയേറ്റ് ലോഗോ ആണ്. പക്ഷെ ഇവര് വേറൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണോ അതനുസരിച്ച് മാജിക് പ്രോംപ്റ്റ് ഐഡിയോഗ്രാം തന്നെ ക്രിയേറ്റ് ചെയ്തത്. പ്രൊഫഷണൽ ലോഗോ ഡിസൈനിങ് ഫീച്ചർ സ്റ്റൈൽഡ് ഐക്കൺ വിത്ത് ക്ലീൻ ജിയോമെട്രിക്കൽ ലൈൻ ഇനി തുടങ്ങി നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നാണ് ഈ ഒരു പ്രോംപ്റ്റ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് സ്ഥാനത്ത് വിനോദ് കുമാർ സെയിൽസ് മാനേജർ എന്ന് വേണമെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡൊക്കെ പോകണമെന്ന് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ കഴിയും. ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു 10 മിനിറ്റ് കൂടെ സമയം പറഞ്ഞതിൽ എന്തെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ പബ്ലിസിറ്റി ആയാലും ജെമിനി അല്ലെങ്കിൽ ChatGPT പോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൂളാണ് പെർപ്ലക്സിറ്റി AI എന്നത്. കൂടുതലും ഫേമസ് ആയിരിക്കുന്നത് ഈ പറഞ്ഞ ജെമിനി ഇതുമാണെന്ന് പറഞ്ഞു. വോയിസ് മോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ChatGPT ഉൾപ്പെടെയുണ്ട്. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നില്ല. ഇത് വോയിസ് മോഡ് പ്രസ് ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്തു. എൻ്റെ കയ്യിൽ
എൻ്റെ ഡെസ്ക്ടോപ്പിൽ മൈക്രോഫോൺ കണക്ട് ചെയ്തു. ആള് കുറവായതുകൊണ്ടാണ് ഞാൻ ലാഗ് ചെയ്തത് കേട്ടോ. ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് ഇതിന്റെ തന്നെ യൂസ് കേസസുകൾ നമുക്ക് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ ചാറ്റിൽ ഇട്ടാൽ മതി. വാട്സപ്പ് ഗ്രൂപ്പില് വിവോ എന്ന് പറയുന്നത് ആരാണെന്ന് പറയാം, പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. വിവോ അടുത്താൾ പോയത് വിവോ എന്ന് പറഞ്ഞ പേരിൽ. വിനോദ് കുമാർ സാർ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കോ? ഈ പെർപ്ലക്സിറ്റി ചാറ്റ് GPT പോലെ തന്നെയാണോ? സെയിം ന്യൂസിലാണോ? GPT ഒക്കെ പോലെ തന്നെയാണ്. ഡീപ് സെർച്ച് ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന യൂസ് കേസസ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം. അതേപോലെ നമുക്ക് ഫയലുകൾ അറ്റാച്ച് ചെയ്യാം, ഡിക്റ്റേഷൻ ചെയ്യാം. ഇതൊക്കെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ജെമിനിയും GPT 5.2 ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അത് നമ്മളെ പെർപ്ലക്സിറ്റിക്ക് അകത്തുണ്ടോ ഈ ജെമിനിയും മറ്റു കാര്യങ്ങളും? അങ്ങനെയാണോ ഇത് പറഞ്ഞത്? അതാണ് അല്ല, ഇപ്പം സാറ് കാണിച്ചില്ലേ ജെമിനി GPT 5, അത് പെർപ്ലക്സിറ്റിക്ക് അകത്തുള്ളതാണ്. ഇതിനകത്ത് പെർപ്ലക്സിറ്റിയിൽ നമുക്ക് GPT ഇന്റഗ്രേറ്റ് ചെയ്യാനേ ഉള്ളൂ. ജെമിനി എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഇതാണ്. GPT എന്ന് പറയുന്നത് ഓപ്പൺ AI എന്ന് പറഞ്ഞ കമ്പനിയുടെ. നമുക്ക് കമ്പൈൻ ചെയ്ത് ചെയ്യാവുന്നതാണോ AIസിനെ? അല്ല, ഇന്റഗ്രേഷൻ സാറ് പറഞ്ഞത് നമുക്ക് ഈ എല്ലാ AIയും കൂടെ കമ്പൈൻ ചെയ്ത് അങ്ങനെ ചെയ്യാമോ? ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമോ? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാം. ഗ്രോക്ക്, ക്ലോഡ്, GPT, ജെമിനി. ഈ പെർപ്ലക്സിറ്റി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? അതെ. ചാറ്റ് GPTയിൽ നമുക്ക് ജെമിനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടു വിരുദ്ധരല്ലേ ചാറ്റ് GPT. ഇത് നമുക്ക് ജെമിനിക്ക് വേണ്ട പ്രോംപ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് ഡീപ് സെർച്ചോ അല്ലെന്നുണ്ടെങ്കിൽ തിങ്കിങ്ങോ ഇന്റഗ്രേഷൻ മറ്റു ആപ്പുകളാണെങ്കിൽ നമുക്ക് ചെയ്യാം. ആപ്പുകളായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? അതായത് ആപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ചാറ്റ് GPTയും ക്യാൻവയും കൂടെ ലിങ്ക് ചെയ്യും. പക്ഷെ ചാറ്റ് GPTയും ജെമിനിയും കണ്ട് നമുക്ക് ലിങ്ക് ചെയ്യുന്നത്. പക്ഷെ പെർപ്ലക്സിറ്റി അതിനൊരു അപവാദമാണ്. കാരണം അതിൽ നമുക്ക് ഗ്രോക്കോ ജെമിനിയോ സോണാറോ നമുക്ക് പ്ലാറ്റ്ഫോം ആയിട്ട് ഉപയോഗിക്കും. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലിയർ ആണ്. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളി ശനി ഞായറാണ്. നമ്മള് കഴിഞ്ഞ ശനിയാഴ്ച വെച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ മറ്റൊരു ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു മീറ്റിംഗ് വന്നപ്പോൾ ആണ് ശനിയാഴ്ച പറ്റുന്നത്. ഇന്നലെ വെച്ചിട്ട് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. മാത്രം പിന്നെ ഇത് തന്നെ നമ്മളിപ്പോ അടുത്ത ദിവസങ്ങളിൽ റിപ്പീറ്റ്. കുഴപ്പമില്ല. ഇനിയിപ്പോ ഇന്ന് വന്നില്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഇന്ന് അറ്റൻഡ് ചെയ്യാത്തവർക്കും ബുദ്ധിമുട്ടാണ്. റിപ്പീറ്റേഷൻ ഉണ്ടാകും. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പക്ഷെ നിങ്ങളുടെ ജോലി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട്
സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. എങ്കിലേ ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. ജോലി ആവട്ടെ, Okay. ബിസിനസ് ആവട്ടെ, അതുകൊണ്ട് മറ്റേത് ഫീൽഡിലായാലും ആ ഫീൽഡും AI ആയിട്ട് ഇന്റഗ്രേറ്റ് നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങൾ AI ഉപയോഗിച്ച് ചെയ്തിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ. വെറുതെ ജസ്റ്റ് ഇതൊരു അവെയർ ആയിട്ട് പോയിട്ട് മാത്രം കാര്യമില്ല. ഓക്കെ, ഓക്കെ സാർ. പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നന്ദി. ഞാൻ ഇന്നത്തത് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കാണാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവരുടെ മീറ്റിംഗ് ഇടയ്ക്ക് മാറ്റിയൊക്കെ വെക്കാറുണ്ട്. ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതനുസരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ അറിയിക്കും. വൈൻഡപ്പ് ചെയ്യട്ടെ? ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടോളൂ കേട്ടോ. ഓക്കെ സാർ. ഓക്കെ.